ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ രുചികരമായി എങ്ങനെ മാഗി നൂഡിൽസ് തയ്യാറാക്കാം. നൂഡിൽസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ. എങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. മുട്ടയും ചിക്കനും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ സാധാരണ മാഗി ഉണ്ടാക്കുന്നതിലും ശരിക്കും വ്യത്യസ്തമായ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 3 പാക്കറ്റ് മാഗിയാണ്. ആദ്യം തന്നെ നല്ല ചൂടുവെള്ളത്തിലോട്ട് മാഗി ഒന്ന് വേവിക്കാൻ ഇട്ട് വെക്കുന്നുണ്ട്. അതായത് നേരത്തെ ഈ മാഗി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വേവിച്ച് കുറച്ച് എണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒരുപാട് വേവ് കൂടാതെ നോക്കണം. ഒട്ടിപ്പിടിക്കാതെ നമ്മൾ നോക്കണം. പിന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് സവോള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തക്കാളി എല്ലാം ആവശ്യത്തിന്. പിന്നെ കുറച്ച് എരിവിന് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മാഗിയുടെ മസാലയാണ്. മാഗിയുടെ മസാല പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഗരം മസാലയോ മുളക് പൊടി അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാഗി മസാല ചേർക്കുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ എണ്ണ നമ്മൾ നേരത്തെ ഇട്ട ബൗളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഈ മാഗി കഴിക്കാൻ. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ അത് നന്നായിട്ട് ചെറിയൊരു വേവേ വരത്തുള്ളൂ. അങ്ങനെ കഴിക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാഗി ഉണ്ടല്ലോ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ സോയാ സോസ് ഉണ്ടല്ലോ, ഡാർക്ക് സോയാ സോസ് ആണ്. കുറച്ച് തിക്കായിട്ടാണ്. അപ്പോൾ അതിന് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 പാക്കറ്റ് ടൊമാറ്റോ സോസില്ലേ, നമ്മുടെ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ 1 സ്പൂണോ എങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം. നിങ്ങളുടെ പുളിപ്പൊക്കെ ടേസ്റ്റ് കറക്റ്റ് ആവുന്ന പോലെ നിങ്ങൾക്ക് സോയാ സോസും ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ഫ്ലേവർ എത്രത്തോളം ഇഷ്ടമുണ്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് മാഗി കുഴയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ ബൗളിലോട്ട് ആഡ് ചെയ്ത് വെച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാഗി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എല്ലാവരും കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിലും പകരമായിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി രീതിയാണ്. അതായത് ആ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവറോടൊക്കെ വരുമ്പം സോയാ സോസും ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. വേറൊരു നമ്മൾ സാധാ മാഗി കഴിക്കുന്നതിലും വേറൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും ഈ റെസിപ്പി. അപ്പോൾ ഉണ്ടാക്കാനും വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.